രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 54-ാം സർഗം. വജ്രദംഷ്ടനെ വധിക്കുന്ന കഥാഭാഗം ഈ സർഗത്തിൽ വിവരിക്കുന്നു. വജ്രദംഷ്ടൻ എന്ന രാക്ഷസൻ സേനയുടെ നാശത്താലും അംഗദൻ്റെ ജയത്താലും കോപാക്രാന്തനായി ഭവിച്ചു. അവൻ വാനര സൈന്യങ്ങളുടെ നേർക്ക് ശരമാരികൾ വർഷിച്ചു. വാനര ശ്രേഷ്ഠന്മാർ കയ്യിൽ പാറകളെടുത്ത് എതിർത്തു നിന്നു. രാക്ഷസന്മാർ കണക്കറ്റ ആയുധങ്ങൾ വാനരന്മാരുടെ നേരെ പ്രയോഗിച്ചു. വാനരന്മാർ രാക്ഷസന്മാരുടെ നേർക്ക് മലകളും മരങ്ങളും പാറകളും വലിച്ചെറിഞ്ഞു. രാക്ഷസന്മാരും വാനരന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ദേഹത്തിൽ മുറിവേറ്റവരും തല പൊട്ടിയവരും കൈകാലുകൾ മുറിഞ്ഞവരും ചോരയിൽ മുങ്ങിക്കിടന്നു. തലയില്ലാത്ത ശവശരീരങ്ങൾ എഴുന്നേറ്റു നിന്നു. മുറിവ് പറ്റിയ രാക്ഷസരും വാനരന്മാരും ഭൂമിയിൽ വീണു. വാനരസേനയുടെ ആക്രമണം നിമിത്തം രാക്ഷസ സൈന്യം അങ്ങുമിങ്ങും ചിതറിപ്പോയി. വജ്രദംഷ്ടൻ ലക്ഷ്യം തെറ്റാത്ത ബാണങ്ങളാൽ വാനര സൈന്യത്തെ നേരിട്ടു. വാനര സൈന്യം അംഗദൻ്റെ അടുത്തേക്ക് ഓടി. അംഗദനും വജ്രദംഷ്ടനും തമ്മിൽ ഏറ്റുമുട്ടി. വജ്രദംഷ്ടൻ ബാലിപുത്രനെ ബാണങ്ങൾ കൊണ്ട് തുളച്ചു. ബാലിപുത്രൻ വജ്രദംഷ്ടൻ്റെ നേർക്ക് ഒരു മരം എടുത്തെറിഞ്ഞു. രാക്ഷസൻ ആ മരത്തെ തുണ്ടം തുണ്ടമായി മുറിച്ചു. വാനരശ്രേഷ്ഠൻ പിന്നെ അംഗദൻ്റെ നേർക്ക് ഒരു വലിയ മലയെ വലിച്ചെറിഞ്ഞു. വജ്രദംഷ്ടൻ നേർക്കു വരുന്ന മല കണ്ട് ഗദ കയ്യിലെടുത്ത് തേരിൽ നിന്ന് നിലത്തേക്ക് ചാടി. അംഗദൻ അവൻ്റെ ഗദ തട്ടിപ്പറിച്ച് രഥത്തെ തവിടുപൊടിയാക്കി. അതിൽ പിന്നെ അംഗദൻ മറ്റൊരു മലയെടുത്ത് വജ്രദംഷ്ടൻ്റെ തലയിലടിച്ചു. വജ്രദംഷ്ടൻ രക്തം ഛർദ്ദിച്ചുകൊണ്ട് മൂർച്ഛിതനായി. ഗദയെ ആലിംഗനം ചെയ്ത് കുറേ നേരം മയങ്ങിക്കിടന്നു. മൂർച്ഛ തെളിഞ്ഞപ്പോൾ രാക്ഷസൻ ബാലിപുത്രൻ്റെ മാറത്ത് ഗദ കൊണ്ടടിച്ചു. അതിൽ പിന്നെ അവർ രണ്ടുപേരും ദ്വന്ദ്വയുദ്ധം തുടങ്ങി. രണ്ടുപേരും തളർന്ന് രക്തം ഛർദ്ദിച്ചു. അംഗദൻ പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ ഒരു മരം പറിച്ചുകൊണ്ട് നിൽപ്പായി. വജ്രദംഷ്ടൻ വാളും പരിചയും എടുത്തു. അംഗദൻ പെട്ടെന്ന് അവയും അവനിൽ നിന്ന് പിടിച്ച് എടുത്തു. രണ്ടുപേരും അന്യോന്യം മർദ്ദിച്ചു. ചോരയൊഴുകുന്ന വ്രണങ്ങൾ കാരണം പുഷ്പിച്ചിരിക്കുന്ന പലാശവൃക്ഷങ്ങളെപ്പോലെ അവരിരുവരും തളർന്ന് മുട്ടുകുത്തി നിലത്തിരുന്നു. അംഗദൻ വജ്രദംഷ്ടൻ്റെ വമ്പിച്ച ശിരസിനെ വാൾ കൊണ്ട് വീശി. അവൻ്റെ തല കോപത്താൽ ചുഴറ്റുന്ന കണ്ണുകളോടുകൂടി തന്നെ 2 തുണ്ടായി നിലത്ത് വീണു. വജ്രദംഷ്ടൻ കൊല്ലപ്പെട്ടപ്പോൾ രാക്ഷസന്മാർ ഭയപ്പെട്ട് വാടിയ മുഖത്തോടുകൂടിയവരായി തല കുനിച്ച് ധൈര്യം പോയവരായി വിറച്ചുകൊണ്ട് ലങ്കയിലേക്ക് മടങ്ങി. വജ്രദംഷ്ടനെ വധിച്ച ശേഷം ബാലിപുത്രനായ അംഗദൻ ദേവന്മാരാൽ ചുറ്റപ്പെട്ട ദേവേന്ദ്രനെപ്പോലെ വാനര സൈന്യമധ്യത്തിൽ സമ്മാനിതനായി സന്തോഷം ഉൾക്കൊണ്ടു. 54-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.